ജീവനക്കാരില്ലാതെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം പ്രതിസന്ധിയിലായിരിക്കുന്നു. 652 തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് DGP ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ 2 ടെലികമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് ആവശ്യം. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തസ്തിക സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടത്. DGP സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റോഷിപാൽ തന്നെ നൽകും വിവരങ്ങൾ. റോഷിപാൽ, പോലീസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഭാഗമാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം എന്നതിൽ തർക്കമില്ല. പക്ഷേ പല കേസുകളും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ വന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള കുറവാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്ത് നടപടികൾക്കാണ് ഇപ്പോൾ DGP ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? സർക്കാർ ഇത് ഉടൻ തന്നെ പരിഗണിക്കാൻ ഇടയുണ്ടോ? വിനീത, സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ സാങ്കേതികപരമായ കുറേ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന ചുമതലയുള്ള ഓരോ പോലീസ് സ്റ്റേഷനിലും 2 ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള തീരുമാനം പോലീസ് എടുത്തത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത്. നിലവിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാൻ സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 2021 മുതൽ പലവട്ടം പോലീസ് മേധാവി മാറി സംസ്ഥാന സർക്കാരിനോട് തസ്തികകൾ സൃഷ്ടിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. 652 തസ്തികകൾ പുതുതായി സൃഷ്ടിക്കണമെന്ന ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ 484 ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓരോ പോലീസ് സ്റ്റേഷനിലും 2 ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ സാധിക്കും. തുണ, ഒപ്പം CCTNS അടക്കമുള്ള പോലീസിൻ്റെ വെബ്സൈറ്റുകൾ, അതിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നോക്കുക. അതിനൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അതിൽ സഹായിക്കുക. അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഈ വിഭാഗമാണ് സഹായിക്കേണ്ടത്. ആ വിഭാഗത്തിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതായാലും ഒടുവിൽ DGP നൽകിയ കത്തിന് ധനകാര്യ വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം ആ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നത്. പലവട്ടം ഈ കത്തയക്കുമ്പോൾ അതിന് മറുപടി കൃത്യമായി ലഭിക്കുന്നില്ല. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. ഈ പല തരത്തിൽ വലിയ സാങ്കേതികപരമായ വലിയ മാറ്റം നാട്ടിലുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഈ വിഭാഗത്തെ, ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ ശക്തിപ്പെടുത്തണമെന്ന് പോലീസ് മേധാവി സർക്കാരിനോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ല. അത് പോലീസ് സ്റ്റേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ബാധിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ ഇപ്പോഴും സർക്കാർ ഇതിനൊരു അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ തസ്തികകൾ ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, നിയമനം നടന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് DGP സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. അതിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചത്.